ഞാൻ കഷ്ടപ്പെട്ട് ചെയ്ത വീഡിയോ ആരാ ബേസ് ചെയ്ത് കൃഷ്ണകുമാർ ഫാമിലി, സോറി ഹൻസിക കൃഷ്ണ. അതും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുട്ടിയായിരുന്നു. ആ ഫാമിലിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മുടെ ഹൻസിക കൊച്ചിനായിരുന്നു. പക്ഷെ ഹൻസിക കൊച്ച് എന്നോട് ചതി വേണ്ടായിരുന്നു. ഞാനതിന് മാത്രം തെറ്റൊന്നും ചെയ്തില്ല. ഒന്നും ഉപദേശിച്ചു, മോളെ നന്നാവണം, നന്നായിട്ട് പഠിക്കണം, വലിയ ജോലിയൊക്കെ വാങ്ങണം, നല്ല അടിപൊളിയായിട്ട് ജീവിക്കണം, വീട്ടുകാർക്ക് നാണക്കേട്ട് ഉണ്ടാക്കില്ല, ഇങ്ങനത്തെ വീഡിയോസ് ഇട്ട കൃഷ്ണേട്ടൻ, നമ്മുടെ KK ഏട്ടന് എന്തൊക്കെ രീതിയിൽ ഇത്രയും സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ ഇത്രയും അപമാനം ഫേസ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് വളരെ നല്ല രീതിയിൽ ഞാൻ ആ കുട്ടിയെ ഒന്ന് ഉപദേശിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ രേണാസുനെയൊക്കെ ആണെങ്കിൽ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ടോ നിങ്ങൾ പറയാം. അതിന്റെ പേരിലെങ്കിലും അവൾ വൈരാഗ്യം തീർത്ത് കഴിഞ്ഞാൽ ഓക്കെ, അവളെ തന്തയ്ക്ക് വിളിച്ചിട്ടാണ് അവൾ വൈരാഗ്യം തീർത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാണ്. പക്ഷെ ഞാൻ എൻ്റെ ഹൻസിക കൊച്ചിനെ ഞാൻ അത്ര ഉപദേശിച്ച് സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടപ്പം കൊച്ചിന് മനസ്സിലായില്ല. ഈ ഏട്ടൻ്റെ രോദനം മനസ്സിലായില്ല. ഞാൻ പറഞ്ഞത് എല്ലാം വലിയ അപരാധം പോലെയാണ് ആ കൊച്ച് എടുത്തിട്ടുള്ളത്. മോളെ നീ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യില്ല, എന്നിട്ട് കുടുംബത്തിനും നാണക്കേട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സബ്സ്ക്രിപ്ഷൻ വീഡിയോസ് ചെയ്യുമ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാക്കി മാറ്റരുത്. ഇങ്ങനെ പല രീതിയിൽ പല ഷേപ്പിൽ പല സൈഡിൽ നിന്ന് ഉപദേശങ്ങൾ കൊടുത്ത് കമന്റ് ബോക്സിൽ അടക്കം വന്ന തെറിവിളിയെല്ലാം എടുത്ത് വെച്ചിട്ട് ഉപദേശിച്ച് വിട്ടു. എന്നിട്ട് ഞാൻ ബാലിയിലുള്ള വീഡിയോ എടുത്തു വെച്ചിട്ട് പറഞ്ഞു, മോളെ ഇതിപ്പം കടലിൽ ബീച്ചിൽ നമുക്ക് സാരി എടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഓക്കെയാണ്, ഫൈനാണ്, പക്ഷേ ഇമാതിരി വീഡിയോ ഇടരുത്, സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് തുറന്നു വെച്ചുകൊണ്ട് ഇടരുതെന്ന് പറഞ്ഞുകൊണ്ട് വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും ഈ അതിൽ ഉപദേശിച്ചപ്പം കൊച്ചിനെ പിടിച്ചില്ല. കൊച്ചു സൈക്കടിച്ച് കേസ് കൊടുത്ത് ഇതെല്ലാം ഫേസ് ചെയ്യാൻ എൻ്റെ ഈ ജീവിതം ബാക്കി. അല്ലെങ്കിൽ മോളെ ഞാൻ ഉപദേശിച്ചിട്ട് രേണു സുധിയാണ് ഇത് ചെയ്തെങ്കിൽ പിന്നെ ഞാൻ വേറൊരു തെറ്റ് ചെയ്ത് നിന്നെ രേണു സുധിയായിട്ട് കമ്പയർ ചെയ്ത്, അത് ഞാൻ മാത്രമല്ല നാട്ടുകാർ മൊത്തം രേണു സുധിയും നീയും തമ്മിൽ വ്യത്യാസമില്ലെന്നുള്ള രീതിയിൽ നാട്ടുകാരെ കരക്കമ്പിയിൽ പറഞ്ഞപ്പോൾ ഞാൻ എടുത്തു വെച്ച് പറഞ്ഞതാണ്. എന്തായാലും മോളെനിക്ക് ഇത്രയും വലിയൊരു ഗിഫ്റ്റ് തരണ്ടായിരുന്നു. വിഷമം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇന്ന് കുറച്ച് നേരത്തെ ഇപ്പൊ എത്ര 12:15 എന്തോ ആയി, 12:45, ഐ തിങ്ക് ഒരു 12 മണി ടൈമിൽ ഞാൻ എൻ്റെ മെയിൽ വെറുതെ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് ഹൻസിക കൊച്ചെനിക്ക് സ്ട്രൈക്ക് വന്നു. കാണാം, കണ്ടുകൊണ്ട് സംസാരിക്കാം, അതല്ല എൻ്റെ ശരി. ഹായ് അതുൽ ബോക്സ്, ഹായ്. We received a copyright removal request for your video. Based on applicable copyright law, we removed your video from YouTube. വീഡിയോ ടൈറ്റിൽ അടുത്ത വീഡിയോ പുറത്തായി, ഹൻസിക സബ്സ്ക്രിപ്ഷൻ വീഡിയോ കുറിച്ച് പ്രതികരിക്കുന്നു. ഞാൻ തന്നെ പ്രതികരിച്ചു. വീഡിയോ ലിങ്ക്, വീഡിയോ URL, കണ്ടന്റ് യൂസ്ഡ്, എ ഫാമിലി ഡേ ഇൻ മൈ ലൈഫ് ഇൻ ബാലി, ഹൻസിക കൃഷ്ണ. ഇത് ബാലിയിലുള്ള ഒരു ബിക്കിനിട്ടുള്ള ക്ലിപ്പ് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായത്. അത് 12 സെക്കൻഡിലാണ് അടിയത്, ഉണ്ടാക്കി കിട്ടി. കോപ്പി റിമൂവൽ റിക്വസ്റ്റ് ഇഷ്യൂഡ് ബൈ ഹൻസിക കൃഷ്ണ. പക്ഷെ നമ്മുടെ KK ചേട്ടൻ്റെ ഹൻസിക കുട്ടി എൻ്റെ വീഡിയോ കണ്ടെന്ന് പറഞ്ഞപ്പം സന്തോഷമായി. പക്ഷെ സ്ട്രൈക്ക് അടിക്കണ്ടായിരുന്നു. വിഷമമായി, വേറൊന്നുമല്ല, കഷ്ടം. എന്നൊന്ന് വിളിച്ചു പറഞ്ഞാൽ പോലെ നമ്മളെ അതിലിട്ട വീഡിയോ ഒന്ന് റിമൂവ് ചെയ്യും, എനിക്ക് ഭയങ്കര സങ്കടമായി എന്ന് പറഞ്ഞ് എന്നൊന്ന് വിളിച്ചു പറഞ്ഞതേക്ക് ഞാൻ റിമൂവ് ചെയ്തില്ലേ, ഈ അതിലിട്ട് റിമൂവ് ചെയ്ത് തരില്ലേ, ഇതിപ്പം വിഷമമായി. ദിസ് മീൻസ് ദാറ്റ് യുവർ വീഡിയോ ക്യാൻ നോ ലോങ്ങർ be viewed on YouTube. You received a copyright strike. Now you have copyright strike. If you get a multiple strike, we will terminate your channel. To prevent that from happening, please don't upload videos containing copyrighted content that you aren't allowed to use. എന്ത് മോളെ എന്നോട് ഇങ്ങനെ ഒരു ചതി കാണിച്ചത്. എന്നാലും എനിക്ക് സ്ട്രൈക്ക് നല്ല പോലെ അത് ഇന്ന് വേണ്ടായിരുന്നു പോലെ. വിഷമായി. ഞാൻ ഇങ്ങനല്ല കണ്ടത്. എനിക്ക് സത്യം പറയല്ല, നിന്റെ ഫാമിലി വേറെ ആരെയും വലിയ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ മോളെ നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നിന്റെ വീഡിയോ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ സങ്കടം കൊണ്ട് അതിലിട്ട് വീഡിയോ ചെയ്തതാ. അതുകൊണ്ട് നീ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുപോലെ വേറൊരുത്തിന് എതിരെ കേസ് കൊടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കെതിരെ കേസ് കൊടുത്താണ്. വിളി വരുമായിരിക്കും, വരും വരാതെടപ്പം. ഇവര് ട്രിവാൻഡ്രല്ലേ, അപ്പൊ ട്രിവാൻഡ്രം സൈബർ സ്റ്റേഷനിൽ നിന്നൊക്കെ വല്ലതുമായിരിക്കും വിളി വരുന്നത്. എന്തായാലും കൊള്ളാം. എന്തായാലും നമ്മൾ സത്യമായി തുറന്നു പറഞ്ഞപ്പോൾ നമുക്ക് സ്ട്രൈക്ക് സന്തോഷമായി, സങ്കടമായി. രേണു സുധിയായിരുന്നു ഞാൻ ഇത്രയും കരയത്തില്ല. ഓക്കെ, അപ്പോൾ വിഷയം വേറൊന്നുമല്ല. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുന്നു, വീഡിയോ റിമൂവ് ചെയ്ത് വിട്ടിട്ടുണ്ട് നമ്മുടെ ഹൻസിക കൊച്ച്. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നമ്മൾ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ തെറ്റ് തിരുത്തിയിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവരാണ് നല്ല ക്വാളിറ്റിയുള്ള ആൾക്കാരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അണ്ണാക്കി അടിച്ചിട്ട് പോകുന്നതല്ല ഒരിക്കലും ഒരു ക്വാളിറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ പേരിൽ കേസായാലും എന്തായാലും ഞാനത് ഫേസ് ചെയ്യാൻ തയ്യാറാണ്. ഞാൻ മുന്നോട്ട് വരും. ഓക്കെ, കാരണം ഞാനിവിടെ അവരാ വലിച്ചു കയറി ഒട്ടിക്കുക, തന്തയ്ക്ക് വിളിക്കുക ഒന്നും ചെയ്തിട്ടില്ല, അല്ലെ പച്ച തെറി പറയുകയൊന്നും ചെയ്തിട്ടില്ല. വീഡിയോ പബ്ലിക്കിൽ വന്ന വീഡിയോയിൽ
എനിക്ക് ശരിയല്ലെന്ന് തോന്നി. ഇമാതിരി വീഡിയോകൾ ചെയ്യല് എൻ്റെ അഭിപ്രായം പേഴ്സണലി വളരെ നന്നായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനിത് പ്രതീക്ഷയും കൊണ്ടാണ് ഇമാതിരി പറഞ്ഞത് നന്നായിട്ട് ഞാൻ പറഞ്ഞത്, എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാന്യമായിട്ട് സംസാരിച്ചത്. ഓക്കെ, പക്ഷെ എൻ്റെ മാന്യത വിട്ട് അതിര് വിട്ട് ചാടിക്കടന്ന് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. കേട്ടാ? കേക്ക് എണ്ണയില്ല. ശരി മോളെ, കേട്ടോ? പണ്ട് നിന്റെ ചേച്ചിയെ കയറിപ്പോയ സമയത്ത് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെങ്കിലും നിനക്ക് ഓർക്കാമായിരുന്നു. സങ്കടമായി. തെറ്റുണ്ട തെറ്റെന്ന് ശരിയെന്ന് പറയുന്നവനല്ലടി അതുല്. നീ എന്തിനാ എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്ത്? വേണ്ടായിരുന്നു. ഒന്നുമില്ലെങ്കിൽ എനിക്ക് ഞാൻ നിന്റെ ഫാനാണോ? നിന്നെ ഇൻസ്റ്റയിലെ ഫോളോ ആയിട്ടുണ്ട്. അത് നീ മറന്ന്. ആ ഒരു സ്നേഹമെങ്കിലും നിനക്ക് കാണിക്കാമായിരുന്നു. പോട്ടെ, കിട്ടിയില്ല. സ്നേഹം നമ്മൾ പിടിച്ചു വാങ്ങേണ്ടതല്ല, കിട്ടിയില്ല. പോട്ടെ. ഓക്കെ, അങ്ങനെ സ്ട്രൈക്ക് വന്നിരിക്കുകയാണ്. ഇനി ഞാൻ വേറെ കുറച്ച് വീഡിയോസ് കാണിക്കാം കേട്ടോ. എന്നിട്ട് വേറെയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് കൃഷ്ണകുമാരേട്ടൻ പണ്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യമാണ്. അതൊക്കെ ഇപ്പോൾ കുത്തിപ്പൊങ്ങി വരുന്നുണ്ട്. മക്കളെ ഞാൻ നല്ലോണം വെൽ ഡ്രസ്സിങ്ങിനാണ് പഠിപ്പിച്ചിട്ടുള്ളതെന്ന് കാണാം. അയ്യോ, ഇത് മറ്റേ അപർണ, ഇതിനൊക്കെ ഇടിവെട്ട്. ഇത് രണസുനല്ലേ? ഇത് മറ്റേ തന്തേക്കാൾ മോശമായിട്ടുള്ള ഒരുത്തി ഉണ്ടല്ല, മറ്റേ മരത്തിന്റെ മൂടും അവിടെ എവിടെയും കണ്ടപ്പെടുക്കുന്ന ആൾ. ഇത് നമ്മൾ സുന. ഓക്കെ, അവിടെ ആയിക്കട്ടെ. ഇതുപോലെ കുറെ അപരാധങ്ങൾ കാണിക്കാനായിട്ട് കുറെ അപരാധികൾ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. മെമ്പർഷിപ്പ്, സബ്സ്ക്രിപ്ഷൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇന്ന് സത്യം പറയാലോ നമ്മുടെ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കൊച്ചു പിള്ളേരടക്കം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതാണ്. അവരിതൊക്കെ കണ്ടിട്ട് നാളെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം വഴികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ നാടിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കുക. എന്നിട്ട് നമുക്ക് പറയാമല്ലോ മറ്റേ ഡ്രസ്സിങ് ഒരാളുടെ ഇഷ്ടമാണ്, നമുക്ക് ജർമ്മനി പോലെ ആഫ്രിക്ക പോലെയൊക്കെ ആവാമെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ നാട് കുട്ടിച്ചോറായില്ലേ? ഇതൊക്കെയാണോ പുരോഗമന ചിന്താഗതി? എന്ത് തോന്നിവാസവും കാണിക്കുന്ന അല്ലെങ്കിൽ എന്ത് അപരാധവും കാണിക്കുന്നതിനാണോ ഈ പുരോഗമന ചിന്താഗതി എന്നൊക്കെ പറയുന്നത്? അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഇനി ഒരു സ്ത്രീ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്, വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, കേട്ടോ. കുട്ടികളും വീട്ടിൽ പൈസ ചോദിക്കാറില്ല. കാരണം എന്തെന്നറിയോ? അവർ പൈസ മറ്റു തരത്തിലും ഏൺ ചെയ്യുന്നുണ്ട്. എങ്ങനെയെന്ന് പറയട്ടെ, അതായത് ഇവര് ഓൺലൈനിൽ കൂടെ അവരുടെ ശരീര പ്രദർശനം നടത്തിയാണ് പൈസ ഉണ്ടാക്കുന്നത്. ഇവർ പറഞ്ഞ കറക്റ്റ് അല്ലേ? ഇന്ന് പല പെൺകുട്ടികളും വീട്ടിൽ പൈസ ചോദിക്കാറില്ല, അല്ലെങ്കിൽ ഒന്നിനു വേണ്ടിയിട്ട് പൈസ ചോദിക്കാറില്ല. അവർ സ്വന്തമായിട്ട് അവരുടെ ചെറുപ്രായത്തിൽ തന്നെ ഏൺ ചെയ്യുന്നു. നല്ല വഴിയാണോ? അല്ല. ഓൺലൈനിൽ കൂടി ശരീര പ്രദർശനം നടത്തി സ്വന്തം ശരീരം വിറ്റുകൊണ്ട്, സ്വന്തം മാനം വിറ്റുകൊണ്ട് പല പെൺകുട്ടികളും ഇന്നിവിടെ ജീവിക്കുന്നു. അത് സത്യമായ ഒരു കാര്യമാണ്. കുട്ടികള് മുഖത്ത് കംപ്ലീറ്റ് ഒരു കറുത്ത മാസ്ക് അല്ലെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസും മാസ്കും വെക്കും, അല്ലെങ്കിൽ മുഖം മൊത്തവും കണ്ണ് മാത്രം കാണത്തക്ക രീതിയിൽ ഒരു ആവരണം അങ്ങിടും. ബാക്കി ശരീരഭാഗം കംപ്ലീറ്റ് ന്യൂഡാണ്. എന്നിട്ട് ഓൺലൈനിൽ വന്നിട്ട് മാസ്റ്റർബേഷൻ നടത്തുക. 10 മിനിറ്റ്സിന് 500 rupees ഓൺവേർഡ്സ്. പിന്നെ അവരുടെ ആ ബോഡിയുടെ ഫിഗർ എങ്ങനെ ഇരിക്കുമോ, അവർ എത്ര നല്ല രീതിയിലാണോ അത് പ്രസന്റ് ചെയ്യുന്നത്, ഇതിനെയൊക്കെ അനുസരിച്ചാണ് അവരുടെ റേറ്റ് കൂടുന്നത്. ഇതിന്റെ ഒരു കുറച്ചൊരു കാലം അങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഇതിലേറ്റവും വലിയ അതിശയമല്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം വീഡിയോസ് പൈസ കൊടുത്ത് കാണാനും ആണുങ്ങൾ ഇവിടെ കിടക്കുന്നു എന്നുള്ളൊരു ഫാക്ടറുണ്ട്. അല്ലാതെ പെൺപിള്ളേരെ മാത്രം ഞാൻ പൂർണ്ണമായിട്ട് അങ്ങോട്ട് പറയുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ വഴി സ്വീകരിച്ചുകൊണ്ട് മുഖത്തൊരു മാസ്ക് ഇട്ടുകൊണ്ട് ഇന്ന് പല പെൺകുട്ടികളും സബ്സ്ക്രിപ്ഷനും അല്ലാണ്ട് പല അപരാധങ്ങളും കാണിച്ച് ഇവിടെ കാശുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇനി നാളെ പല പെൺകുട്ടികളും ഈ വഴികൾ സ്വീകരിക്കും. കാരണം സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നില്ല, വെളിപ്പെടുത്താതെ പോയിട്ട് ഇതുപോലത്തെ അപരാധങ്ങൾ ചെയ്യും, ഇനി വെളിപ്പെടുത്തിയ അപരാധങ്ങൾ ചെയ്യും. ഇങ്ങനെ പല രീതിയിൽ ഇന്ന് വളർന്നു വരുന്ന തലമുറയിലെ പെൺകുട്ടികളടക്കം ഏറ്റവും കൂടുതൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഇന്ന് പല ഭംഗിയുള്ള നല്ല സൗന്ദര്യം നിറഞ്ഞ് വടിവൃത്ത പെമ്പിള്ളേർ ഡ്രഗ്സ് വിറ്റും അങ്ങനെ MDMA കേസിലൊക്കെ പിടിക്കുന്നുണ്ട്. നമ്മൾ ഇതെല്ലാം കാണുന്നുണ്ട്. അതിന് പുറമെ ഇത്തരം അപരാധങ്ങൾ ചെയ്തും പെൺകുട്ടികൾ ജീവിക്കുന്നുണ്ട്. പെൺകുട്ടികൾ സത്യം പറഞ്ഞാൽ ഇന്ന് നല്ലൊരു പാരന്റിങ് ഇല്ലാണ്ട് അല്ലെങ്കിൽ ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മിസ്യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ ജീവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണ്. ആൺപിള്ളേർ നല്ലവന്മാരാണെന്നല്ലേ പറയുന്നത്. ആൺപിള്ളേരെക്കാളും കേടുകെട്ടുകൊണ്ടിരിക്കുകയാണ് ഭൂരിപക്ഷം പെൺകുട്ടികളും എന്ന് പറയേണ്ടി വരും. എല്ലാവരും ഒന്നല്ല, എങ്കിലും പറയുകയാണ്. ഇതെങ്ങനെ നിർത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം സാധനങ്ങൾ നിർത്തുക, ഇതിനെതിരെ സംസാരിക്കുക. ഇപ്പോൾ അൻഷികയുടെ ഈ കേസിൽ അൻഷിക കാണിച്ചത് തെറ്റാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചവന്റെ വാടയ്ക്കാനാണ് അവർ ശ്രമിക്കുന്നത്. എന്നാൽ അവരുടെ തെറ്റ് തിരുത്താൻ അവർ ശ്രമിക്കുന്നില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. പണവും അധികാരവും ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അടിച്ച് അണ്ണാക്കി കൊടുത്തോണ്ട് സ്വന്തമായിട്ട് ചെയ്യുന്ന തോന്നിവാസങ്ങൾ ചെയ്യാം എന്നതാണ് ഇവരെ പോലുള്ളവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഒന്നും കാണത്തില്ല. പൈസ കൊണ്ട് നമുക്ക് എല്ലാം നേടാൻ കഴിയില്ലല്ലോ. ഒരു 25 വയസ്സ് അല്ലെ 30 വയസ്സാകുമ്പോഴത്തേക്ക് ഷുവർലി ഇവരെല്ലാം സൂയിസൈഡിലേക്ക് പോകും. ലൈംഗികത എന്നത് മാത്രമല്ലല്ലോ നമ്മുടെ ജീവിതം, അതിന്റെ പിന്നിൽ ഒരുപാട്. ഇത് പറയുന്ന ആപ്പൂപ്പ ടീമൊന്നുമല്ല. ഡോക്ടർ ഇന്ദു ഗംഗാധർ എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് ഇതിനെ പറ്റിയിട്ട് കാര്യങ്ങൾ പറയുന്നത്. അതായത് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരു സമയത്ത് കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ അവസാനം മണി മാത്രമല്ല ലൈഫ്, മണി മാത്രമല്ല എന്ന് തിരിച്ചറിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുടുംബജീവിതം ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ
പാസ്റ്റിൽ ചെയ്തു വെച്ചിട്ടുള്ള ഇമാതിരി തോന്നിവാസങ്ങൾ അവരെ തന്നെ മാനസികമായിട്ട് അലട്ടുകയും അവരെ അവസാനം ഇത് പല സ്വയം ജീവൻ എടുക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ടൊക്കെ പോകുന്ന ഒരു ഘട്ടത്തിലോട്ട് കൊണ്ടെത്തിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടുമാണ് നമ്മളെപ്പോലുള്ളവർ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച് വലിച്ചു കീറി ഒട്ടിക്കുന്നത്. മനസ്സിലായോ? തത്വങ്ങളുണ്ട്, മനുഷ്യനെ മനസ്സിലാക്കുക എന്നുള്ളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു തലമുറയെ തന്നെ നഷ്ടപ്പെടുത്തുന്ന തരത്തിലോട്ടാണ് നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയുടെ ഇപ്പോഴത്തെ ഒരു പോക്ക്. കറക്റ്റ് കാര്യമില്ല അവർ പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ ഇന്നത്തെ പോക്ക് ഇവിടുത്തെ വരും തലമുറയടക്കം നശിപ്പിക്കുകയാണ്. പെൺകുട്ടികളടക്കം നശിച്ച് നാറാണത്തായിക്കൊണ്ടിരിക്കണം. നാളെ എൻ്റെയും നിങ്ങളുടെയും അടക്കം മക്കൾ ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടും. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻസ് കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്നത് വളരെയധികം കുറയ്ക്കുക. 10-18 വയസ്സൊക്കെ ആവുന്നതിന് മുന്നേ തന്നെ പെൺകുട്ടികൾ പല രീതിയിലുള്ള അപരാധങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. ഇനി 18 കഴിഞ്ഞു കഴിഞ്ഞാലും ഇതൊക്കെ തന്നെയാണ്. സ്ത്രീകൾ എല്ലാവരും എന്ന് പറയുമ്പോൾ മൊത്തം സ്ത്രീകൾ അല്ലെങ്കിൽ മൊത്തം പെൺകുട്ടികളെന്നല്ല ഞാൻ പറയുന്നത്, ജനറലൈസ് ചെയ്തല്ല പറയുന്നത്. ഒരുപാട് പേര് ഭൂരിപക്ഷം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം വീഡിയോകൾ ചെയ്തും ഇത്തരം രീതിയിൽ പൈസ ഉണ്ടാക്കിയും പല വ്യഭിചാരങ്ങളും ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ഒരു രീതിയിലോട്ട് പോവുകയാണ്. ഓൺലൈൻ വ്യഭിചാരത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പല പെൺകുട്ടികളും എന്ന് തന്നെ മനസ്സിലാക്കാം. കാരണം അധികം പണിയെടുക്കേണ്ട, ഒരു ക്യാമറ ഓൺ ചെയ്ത് 2 കറക്കോ 2 കുലുക്കോ ഒക്കെ കുലുക്കി കാണിച്ചു കൊടുത്താൽ മതി, നല്ല ഏണിങ്സ് കിട്ടും, ലക്ഷങ്ങളും കോടികളും വരുമാനം കിട്ടും. അതുകൊണ്ട് തന്നെ മേലനങ്ങാതെ ഇമാതിരി വഴി സ്വീകരിക്കുന്നു. എന്നാൽ മേലനങ്ങാതെ സ്വീകരിക്കുന്ന വഴിയോ തന്തയില്ലാത്ത വഴിയോ ആണ്. ഇത്തരം പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഏൺ ചെയ്യുന്ന പൈസ കൊണ്ട് ഒരു പോയിന്റ് കഴിയുമ്പോൾ ഒന്നും അല്ലാണ്ടാക്കും. അന്ന് ഈ പൈസ മാത്രം കൂട്ടി വെച്ചിട്ട് ഒരു കാര്യമില്ലാത്ത അവസ്ഥയാകും. കാരണം സ്വന്തം ബന്ധങ്ങളും അല്ലെങ്കിൽ സമൂഹവും ഒക്കെ നമ്മളെ തള്ളുന്നൊരു ദിവസം വരും. അപ്പോഴായിരിക്കും ഇതിനെയൊക്കെ കുറിച്ച് റിയലൈസ് ചെയ്യുന്നത്. പെൺകുട്ടികളടക്കം സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളടക്കം ഇത്തരം രീതിയിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇടയ്ക്ക് തന്നെ അപർണ എന്ന് പറയുന്ന ഒരുത്തി മാസ്കും വെച്ചിട്ട് പബ്ലിക് പ്ലേസിൽ പോയി മൂത്രമൊഴിക്കുന്ന രീതിയിലുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലതാണോ? നിങ്ങൾ പറ. ഇതിനൊക്കെതിരെ പ്രതികരിക്കണ്ടേ? അപ്പോൾ ഇതിനൊക്കെതിരെ പ്രതികരിക്കുമ്പോൾ അങ്ങ് യൂറോപ്പിൽ പെൺകുട്ടികൾ അവരുടെ ഇഷ്ടത്തിന് ഡ്രസ്സ് ചെയ്യുന്നു, അത് ഇതെന്നൊക്കെ പറഞ്ഞ് പറയുന്നവരടുത്ത് എനിക്കൊന്നും പറയാനില്ല, ഒരു തേങ്ങയും പറയാനില്ല. ഇത്തരം കാര്യങ്ങളെ നമ്മൾ നിരോധിക്കുക. കാരണം യൂറോപ്യൻ കൺട്രി പോലെ അല്ല നമ്മുടെ രാജ്യത്ത് ഇവിടെ കാട്ടി കൂട്ടുന്നത്. ഇവിടെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പേ കൂത്താണ്, പിന്നെ അഴിഞ്ഞാട്ടമാണ് നടക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക. ഇനി കൃഷ്ണേട്ടൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, മക്കളെ പറ്റിയിട്ട് പണ്ട് പറഞ്ഞതാണ്. പലപ്പോഴും ഈ പറയും ഇന്ന വേഷം ഇപ്പൊ സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാറുണ്ട്. ഇപ്പൊ കൃഷ്ണകുമാരനെ സംബന്ധിച്ചിപ്പം വീട്ടിൽ ഈ 4 പെൺമക്കളെയും അവരുടെ വേഷങ്ങൾ എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. അക്കാര്യങ്ങൾ ഈ വേഷത്തിന്റെ കാര്യത്തിൽ മലയാളിയുടെ മനസ്സ് ഇപ്പോഴും വളരെ ഈ ഒരു പരമ്പരാഗതമായ രീതിയിൽ കിടക്കുകയാണ്. അല്ല, ഈ വസ്ത്രധാരണം ഒന്ന് ഇപ്പോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഷയമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, ഒരു സ്ത്രീ വസ്ത്രം ധരിക്കാതെ റോഡിലൂടെ നടന്നാൽ പോലും നോ എന്നാണെങ്കിൽ ആ സ്ത്രീയുടെ ശരീരത്തിൽ തൊടാൻ പാടില്ല. അത് കേരളത്തിലെ ലോകത്തെവിടെയാണെങ്കിൽ. പക്ഷേ അത് കറക്റ്റാ. അതിപ്പം വസ്ത്രം ധരിക്കാതെ നടന്നാലും ധരിച്ചുകൊണ്ട് നടന്നാലും ഒരു സ്ത്രീയുടെ കൺസെന്റ് ഇല്ലാതെ അവളുടെ ദേഹത്ത് തൊട്ടാൽ തന്തയില്ലായ്മ തന്നെയാണ്. പക്ഷെ ഒരു സ്ത്രീയുടെ കൺസെന്റോട് തൊട്ടിട്ട് പിന്നെ വന്ന് അവൻ എന്നെ പീപ്പിച്ചെന്ന് പറയുന്നത് തന്തയില്ലായ്മയാണ്. ഓക്കെ, ഇതെല്ലാം നടന്നാൽ ഏത് വസ്ത്രം ആർക്കും ധരിക്കാം, അത് വേറെ. പക്ഷെ ഞാൻ എന്റെ മക്കളോട് ഞാനൊരു കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. വസ്ത്രം നല്ല രീതിയിൽ ധരിച്ചിരിക്കണം. അത് ഓക്കെ, എൻ്റെ മക്കളോട് ഞാൻ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വസ്ത്രം നല്ല രീതിയിൽ ധരിക്കണമെന്ന്. എന്നിട്ട് KK അണ്ണൻ്റെ മക്കൾ ഇപ്പോൾ എങ്ങനെയാണ് വസ്ത്രം ധരിക്കുന്നത്? ഇതൊക്കെയാണോ നിങ്ങൾ പറഞ്ഞ ആ നല്ല രീതി? അല്ലെങ്കിൽ പുരോഗമന ചിന്താഗതിയുടെ ആ ഒരു പീക്ക് ലെവലിൽ നിൽക്കുന്ന ആ കഠിനമായിട്ടുള്ള ആ രീതി, നല്ല രീതി ഏത്? ആ തെറ്റ് നിങ്ങൾക്ക് തന്നെ അറിയാം അത് തെറ്റാണെന്ന്. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൺട്രോൾ ആണോ അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. കാരണം അന്നൊരിക്കൽ പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ ഡയലോഗ് പറഞ്ഞ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും നിങ്ങളുടെ മക്കൾ മാന്യമായ ഡ്രസ്സ് ധരിക്കണം, നിങ്ങളുടെ ഭാര്യ മാന്യമായ ഡ്രസ്സ് ധരിക്കണം എന്നുള്ളൊരു സാധനം തന്നെയാണ് ഉള്ളത്. അതൊരിക്കലും മാറത്തില്ല. എത്രയൊക്കെ പുരോഗമന ചിന്താഗതി എന്ന് പറഞ്ഞാലും ഒരു സമയത്ത് നിങ്ങൾ ഈ പോയിന്റ് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ മരണം വരെ നിങ്ങളുടെ ഉള്ളിൽ ആ ചിന്ത തന്നെയായിരിക്കും. പക്ഷേ മക്കളുടെ ഇഷ്ടത്തിനും മക്കളുടെ തോന്നിയാസത്തിനും വളർന്നു തുടങ്ങിയപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിടിച്ചാൽ നിൽക്കാത്ത ഒരു സിറ്റുവേഷനിലോട്ട് പോയി കാണും. എന്നാലും വോട്ട് അവർ ഇറ്റ് ഈസ്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മക്കൾ ഇന്ന് ഇങ്ങനെ ഈ ഉളത്തരങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നാളെ അതിൻ്റെ ഒരു നാണക്കേടും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒക്കെ തന്നെയാണ്. അതും കൂടി മനസ്സിലാക്കുക. ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരുടെ വാടപ്പിക്കാൻ നോക്കുന്നതിനേക്കാളും മക്കളുടെ തെറ്റ് തിരുത്താനാണ് ഒരച്ഛൻ എന്ന രീതിയിൽ നിങ്ങൾ നോക്കേണ്ടത്. കേട്ടോ, എനിക്കതേ പറയാനുള്ളൂ. മെയിനായിട്ട് ശരീരം കവർ ചെയ്യാൻ വേണ്ടിയാണ് വസ്ത്രം ധരിക്കുന്നത്. പരമാവധി ഏറ്റവും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുക. ഈ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പോലും ഞാൻ പറഞ്ഞു കൊടുക്കരുത്, എവിടെ വേണോ നിങ്ങൾക്ക് പോകാം, പോകുന്നതിന് കുഴപ്പമില്ല. ശരീരം ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് വേണം വസ്ത്രം ധരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് ഇതൊക്കെയാണ്. എന്നിട്ട് ഇപ്പം എന്താ അവസ്ഥ കൃഷ്ണേട്ടാ, കേട്ടാ എന്താണ് അവസ്ഥ? പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലാണ്ട് ഈ സംസാരിച്ചവരെക്കെതിരെ എല്ലാം അങ്ങോട്ട് കേസും കൊടുത്ത് വായടപ്പിച്ച് ചാനലും പൊട്ടിച്ചെന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ച നാണക്കേട് മാറുമെന്ന് വിചാരിക്കരുത്. കേട്ടാ, ഉണ്ടാക്കി വെച്ച നാണക്കേട് മാറുമെന്ന് വിചാരിക്കരുത്.
അത് നാണക്കേട് തന്നെയാണ്. മനസ്സിലാക്കിയ തനിക്കും കൊള്ളാം, തൻ്റെ കുടുംബത്തിനും കൊള്ളാം. നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയും, ചീത്ത കണ്ടാൽ ചീത്ത എന്ന് പറയും. നാളെ നിങ്ങളുടെ കുടുംബത്തിനൊരു വിഷയം വന്ന് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യും, അന്നത്തെ ആ മോഷണ കേസ് പോലെ. പക്ഷെ തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയും. എടുത്തു വെച്ച് ന്യായീകരിക്കാൻ എന്നെയും കിട്ടത്തില്ല, എന്നെ പോലെയുള്ള കുറേ പേരെ കിട്ടത്തില്ല. ചിലപ്പോൾ ചിലവരൊക്കെ പറയാം അമേരിക്കൻ ചിന്താഗതി, മറ്റേ ജർമ്മൻ ചിന്താഗതി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പൂർണ്ണ സപ്പോർട്ട് ചെയ്യും. പക്ഷെ എന്നെ കിട്ടത്തില്ല. ഇനി പ്രിയങ്ക ചേച്ചി പറയുന്ന കുറച്ച് കാര്യമൊന്ന് കേൾക്കാം. സബ്സ്ക്രിപ്ഷനിലൂടെയുള്ള ലക്ഷങ്ങൾ വരുമാനം. തുണി അഴിച്ചുകൊണ്ട് പൈസ ആക്കുന്ന കാലഘട്ടമാണ്. എന്താ പറയാനുള്ളത്? കേട്ടല്ലോ, വലിച്ചു കീറുക. അതായത് സബ്സ്ക്രിപ്ഷനിലൂടെ തുണി അഴിച്ച് പൈസ ഉണ്ടാക്കുന്നവളുമാര് വലിച്ചു കീറാനാണ് പ്രിയങ്ക ചേച്ചി പറയുന്നത്. ഞാൻ പറയുന്നത് ചേച്ചി ഇതിനെതിരെ എല്ലാം ശക്തമായിട്ട് പ്രതികരിക്കണം. ഇപ്പൊ ഈ കെ ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ള ഈ വീഡിയോ പറ്റിയിട്ടും ചേച്ചി ഇതുപോലത്തെ സാമൂഹിക പ്രശ്നങ്ങൾ വരുമ്പോൾ അതിലെല്ലാം ഇടപെട്ട് സംസാരിക്കണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഉള്ള കാര്യം പറയാം. കറക്റ്റല്ലേ പ്രിയങ്ക ചേച്ചി പറഞ്ഞു? എന്തിനാണ് ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നത്? ഇങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് എന്ത് വാല്യൂ ആണ്? ആ പൈസയും കൊണ്ട് ഒരു കടയിൽ പോയി ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങാൻ പോയാൽ കൂടി നാണക്കേടല്ലേ? അവരാ കാണുന്ന സമയത്ത് നിങ്ങളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടല്ലേ? ഇങ്ങനത്തെ പൈസ കൊണ്ട് എന്തിനാണ്? ദയവ് ചെയ്തിട്ട് നമ്മുടെ ഗവൺമെന്റ് ഇതിനെതിരെയൊക്കെ ശക്തമായിട്ട് പ്രതികരിക്കണം, നടപടിയെടുക്കണം. നാളെ വളർന്നു വരുന്ന പെൺകുട്ടികളെല്ലാം വഴിതെറ്റാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഇത്തരം വീഡിയോസ് കണ്ടുണ്ടാവാനുള്ള സാധ്യത 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നാളെ നമ്മുടെ മക്കളും ഒക്കെ, നമുക്ക് പെൺമക്കളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെയൊക്കെ വളർത്താൻ നമുക്ക് പേടിയുണ്ട്. ആസ് എ പാരന്റ് എന്ന രീതിയിൽ, ഞാൻ പാരന്റ് അല്ല, പാരന്റ് ആയാൽ ഉള്ള രീതിയിൽ, അതുപോലെ ഈ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരൻസിന്റെ കൺസേണോട് കൂടിയാണ് ഞാനിത് സംസാരിക്കുന്നത്. എന്നോട് പലരും ഒന്ന് പറയാറുണ്ട് ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണമെന്ന്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പ്രതികരിക്കുന്നുണ്ട്. ഇതൊരുപാട് പാരൻസ് മുന്നോട്ട് വരണം. ഇത്തരം വീഡിയോകളെ സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള എല്ലാ നടപടികളും എടുക്കണം. എനിക്കതാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഇത് മാത്രമല്ലല്ലോ, സ്ത്രീകൾക്ക് വേറെ എന്തൊക്കെ കാശുണ്ടാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇല്ലേ? ഇത് വന്നിട്ട് ഈ പൊതുജനങ്ങളുടെ മുമ്പിൽ ഇതുപോലെ അഴിഞ്ഞാടിയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് എന്താ അങ്ങനെ പറയാൻ കാരണം? അവർക്ക് അതിൽ നിന്നാവുമ്പോ ഈസിയാ, വേറെ പണിയൊന്നുമില്ല. പക്ഷെ അവര് വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. അവരവരുടെ ലൈനിലേ പോകൂ. അപ്പൊ അവരവരുടെ ശരീരം വിറ്റ് ജീവിക്കുന്നവരെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് അവരുടെ ഒരു ഇതാണ്. പക്ഷെ അതൊക്കെ നിർത്താനുള്ള നിയമം വരണം. അങ്ങനെ പൈസ ഉണ്ടാക്കണ്ടേ? അടുത്ത തുമ്പി തോന്നിയവാസങ്ങൾ കാണിച്ച് ഇവളുമാര് പണം ഉണ്ടാക്കണം. ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ബംഗാളികൾ കിടക്കണമല്ലോ, ഏരപ്പാളികൾ, മലയാളികൾ. ഉള്ള കാര്യം പറയാം, വളരെയധികം വിഷമമുണ്ട്. ഇപ്പോൾ ഈ പ്രിയങ്ക ചേച്ചി പറഞ്ഞതുപോലെ ഇതിനൊക്കെ എതിരെ ശക്തമായിട്ടുള്ള നടപടികൾ വരണം, നിയമ നടപടികൾ വരണം. അല്ലാണ്ട് വാലാക്കോലെന്ന് വിടേണ്ട കേസൊന്നുമില്ല ഇത്. ഇനി ഹൻസികയെ പറ്റിയിട്ട് നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ, നാട്ടുകാർക്ക് നല്ല അഭിപ്രായം. ഈ അഭിപ്രായം ആരാ ഉണ്ടാക്കി വെച്ചേ? എന്നിട്ട് ബാക്കിയുള്ളവന്മാർ അണ്ണാക്കിലോട്ട് ഇപ്പോൾ തിരികൊണ്ടിരിക്കണം. കൊള്ളാമല്ല. ഇപ്പോൾ സ്ട്രൈക്ക് അടിച്ച് എൻ്റെ ചാനൽ കൂട്ടിച്ചാലൊന്നുമില്ല. ഞാൻ പറയാനുള്ള പറഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ. എണീറ്റ് പത്രത്തിന്റെ മുന്നിൽ ഇരുന്നിട്ട് എല്ലാം ചേച്ചി ചെയ്യും, അമ്മയ്ക്ക് ചെയ്യും, വയ്യാത്തതുണ്ട്. ഇത് ഹൻസികയുടെ അല്ല കേട്ടോ, ഇത് ഗ്ലാമി ഗംഗയുടെ കമന്റ് ആയിരുന്നു. എന്തായാലും കൊള്ളാം. കമന്റ്സ് കുറേയൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ആണി പോണി കമന്റ്സ് ഉണ്ട്. നോക്ക്, ഒരു സെക്കൻഡ്, ഒന്നും ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇതോട്ട് വായിക്കാം. ഇത് സിന്ധു ചേച്ചിയുടെ കമന്റിൽ ബോക്സിൽ വന്നിട്ടുള്ള കമന്റാണ്. സോറി ടു സേ ബട്ട് യുവർ കിഡ് ഈസ് എ ഓൺലൈൻ പോസ്റ്റ്. All the sexual suggestive posts by such a young woman is quite concerning. Nothing empowering about that, honestly. ഓൺലൈൻ പ്രോസ്റ്റിറ്റ്യൂഷൻ തന്നെയല്ലേ മക്കൾ ക്യാഷ് വാങ്ങി ന്യൂറ്റി വിൽക്കുന്നത്? ബേബി ചെയ്യുന്നതൊന്നും അമ്മ അറിയുന്നില്ലേ? ഓക്കെ, ഇത് ഹൻസികയുടെ കമന്റ് ബോക്സിൽ വന്നിട്ടുള്ള. ഫോളോവേഴ്സ് കൂടിയപ്പോൾ 299 to 399 ആക്കി റേറ്റ്. വീട്ടിൽ ഇത്ര പൈസയില്ലേ ബ്രോ? I am Jen's kid. I loved and supporting you dressing sense and dancing videos, but this is so cheap. I never expect this from you. You are cooked. Okay, discipline. അടുത്ത അഹാനയുടെ കമന്റ് ബോക്സ് ആണ്. Discipline you younger sister if those subscription videos trend is real. It's vulgar. It's your choice after all. Hi Ahana, did you see Hansika videos? Girl, it was shocking for me because I was see her as a Lil Six sister എന്നാണ്, which nowadays show disgusting action. I didn't know why people doing such things for money, that too coming from a good, religious, wealthy family. Diya Krishna also did the same thing in her
in her prime time, but that was entirely different. She can post anything and it's up to her. But coming to Hansika Krishna, it's not like she posts anything she wants. She did that in her money getting subscription channel, that to vulgar position എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാർ എടുത്തിട്ട് പൊങ്കാലിടുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വാ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോകളെല്ലാം അടിച്ചു കളഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നഞ്ചികെ നീ ഏറി കയറുന്നു അല്ലാണ്ട് ഒന്നും നേടാൻ നിനക്കില്ല ഉള്ള കാര്യം ഞാൻ സീരിയസ്ലി പറയാം. എയറിൽ നിന്നും ശൂന്യാകാശത്തിലോട്ട് നിനക്ക് പറക്കാമെന്നല്ലാണ്ട് നീയായിട്ട് ഇതിലൊന്നും നേടാൻ പോകുന്നില്ല. ഓക്കെ, ഞാൻ പറയാനുള്ള പറയും എന്തൊക്കെയായാലും. കാരണം ഞാൻ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഇപ്പോൾ PhD എടുത്തിരിക്കുന്ന ഇമാതിരി തോന്നിയ ദിവസങ്ങൾ കൂട്ടിക്കെട്ടാനാണ്. അപ്പം നീ വന്നിട്ട് ഇമാതിരി തോന്നിയ ദിവസം കാണിച്ചു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ എന്നെ കിട്ടത്തില്ല പൊന്നുമോളെ. അപ്പം മോളെ പോയി എന്താണെന്ന് വെച്ചാൽ ചെയ്യും. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.